രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ നമോ ഹരേ. ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സപദാന്തികം. വന്ദേഹം ശ്രീഗുരോൻ ശ്രീയുതപദകമലം ശ്രീഗുരോൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്യതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിത ശ്രീ വിശാഖാന്വിതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്താൻ നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യൈവ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമാവോം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനിധി നാമിനെ നമസ്തേ. നമാചാര്യപാദായ നിതായ കൃപാപ്രദായിനെ ഗൗരഗദാമദായ നഗരഗ്രാമധാരണേ. നമാവോം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ. സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുക. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതി വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടൈകി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരും ദീനതാരിണം. മദേകബന്ധോ മത്സംഗിൻ മദ്ഗുരോ മന്മഹാദന മന്നഷ്ടാരക മദ്ഭാഗ്യ മദാനന്ദ നമോസ്തുതേ. ग्रंथराज श्रीमद भागवतम की जय. श्रील प्रभुआदि की जय. गुरु महाराज की जय. कृष्णाय वासुदेवाय हरे परमात्मने प्रणत क्लेशनाशाय गोविंदाय नमो नमः. पंचतत्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशास्त्रीयम्. അന്താരാഷ്ട്ര കൃഷ്ണബോധ സമിതി മംഗളൂരു ശ്രീ ശ്രീ രാധാ ഗോവിന്ദ മന്ദിർ ഇന്നത്തെ ഭാഗവതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി കൃഷ്ണ മാതാജി ഹരേ കൃഷ്ണ. ഹരേ പ്രണാമം. പ്രണാമം. ഹരേ ഹരേ കൃഷ്ണ. മാതാജി. ശ്ലോകം 36 പറഞ്ഞത്. 37 മാതാജി ഭാവാർത്ഥം. 37 ഭാവാർത്ഥം. ഓക്കെ. യുധിഷ്ഠിരസ്തത്പരിസർപ്പണം ബുധാപുരേ ചരാശ്രേ ജഗൃഹേ തദാത്മനി വിഭാവ്യലോപാനൃത ജന്മസിംസന ധർമ്മചക്രംഗമനായ പര്യദാത്. വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭുവാദ്. ജയ് ശ്രീല പ്രഭുവാദ്. രാജ്യത്തിലുടനീളം രാജധാനിയിലും ഭവനത്തിലും വ്യക്തികൾക്കിടയിലും വർദ്ധിച്ചു വരുന്ന അത്യാർത്തി, കാപട്യം, വഞ്ചന, അക്രമം എന്നീ ലക്ഷണങ്ങളാൽ കലിയുഗ സ്വാധീനത്തെ തിരിച്ചറിയാൻ തക്കവണ്ണം ബുദ്ധിശാലിയായിരുന്നു യുധിഷ്ഠിര മഹാരാജാവ്. അപ്പൊ രാജ്യത്തിലുടനീളം രാജധാനിയിലും
ഇപ്പൊ വീടുകളിലും വ്യക്തികൾക്കിടയിലും എന്തൊക്കെയാണ് വർദ്ധിച്ചു വന്നിരുന്നത്? അത്യാർത്തി, കാപട്യം, വഞ്ചന, ക്രമം, അങ്ങനെയൊക്കെ വർദ്ധിച്ചു വന്നപ്പോ അത് എന്തിന്റെ സ്വാധീനമായിട്ട് തിരിച്ചറിയാൻ? കലിയുഗത്തിന്റെ യുഗത്തിന്റെ സ്വാധീനമാണെന്ന് തിരിച്ചറിയാൻ തക്കവണ്ണം ബുദ്ധിശാലിയായിരുന്നു ഏത് രാജാവ്? യുധിഷ്ഠിര മഹാരാജാവ്. അതിനാൽ അദ്ദേഹം വിവേകത്തോടെ ഭവനം ഉപേക്ഷിക്കാൻ തയ്യാറായി. അതിനനുയോജ്യമായ വേഷം ധരിച്ചു. വാനപ്രസ്ഥം, സന്യാസ വേഷത്തിലേക്ക് പോകാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. ഭാവാർത്ഥം: കലിയുടെ സഹജ ഗുണങ്ങളാൽ വർത്തമാന യുഗം സ്വാധീനിക്കപ്പെടുന്നു. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് കുരുക്ഷേത്ര യുദ്ധദിനങ്ങൾ മുതൽ കലിയുഗത്തിന്റെ സ്വാധീനം പ്രകടമാക്കാൻ ആരംഭിച്ചു. മാത്രമല്ല ഇനിയും 4,27,000 വർഷങ്ങൾ കലിയുഗം തുടരുമെന്നും ആധികാരിക ശാസ്ത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. മുകളിൽ പ്രസ്താവിച്ച കലിയുഗത്തിന്റെ ലക്ഷണങ്ങളാണ് എന്തൊക്കെയാണ് പറഞ്ഞത്? അത്യാർത്തി, കാപട്യം, സ്വജനപക്ഷപാതം, അക്രമം, ഇതുപോലെയുള്ളവയെല്ലാം ഇതിനോടകം തന്നെ പ്രചാരത്തിലുണ്ട്. മാത്രമല്ല യുഗാന്ത്യം വരെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന കലിയുഗത്തിന്റെ സ്വാധീനത്താൽ ക്രമേണ എന്തൊക്കെ സംഭവിക്കുമെന്നതിനെ കുറിച്ച് ആർക്കും സങ്കല്പിക്കാൻ കഴിയാവുന്നതല്ല. സംസ്കാര സമ്പന്നരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നാസ്തികരെയാണ് കലിയുഗത്തിന്റെ സ്വാധീനം ബാധിക്കുകയെന്ന് നാം മുമ്പേ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ആരെയാണ് കൂടുതൽ കലിയുഗത്തിന്റെ സ്വാധീനം ബാധിക്കുന്നത്? സംസ്കാര സമ്പന്നരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നാസ്തികര്. നാസ്തികര് ഭഗവാൻ ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നാസ്തികരെന്ന് പറയുന്നത്. ഭഗവാന്റെ സംരക്ഷണത്തിന് കീഴിലുള്ളവർ ഈ ഭയാനകമായ യുഗത്തെ ഒട്ടും ഭയപ്പെടേണ്ടതില്ല. ഭഗവത് ഭക്തർക്ക് കലിയുഗം ഏറ്റവും നല്ല യുഗമായിട്ടാണ് അവർ പറയുന്നത്. എന്തെന്നാൽ കലിയുഗത്തില് ഏറ്റവും എളുപ്പമായ ഒരു കാര്യമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം. അതുകൊണ്ട് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഭയാനകമായ യുഗത്തെ ഒട്ടും ഭയപ്പെടേണ്ടതായില്ല. മഹാരാജാവ് യുധിഷ്ഠിരൻ ഭഗവാന്റെ മഹാഭക്തനായിരുന്നതിനാൽ കലിയുഗത്തെ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവും അദ്ദേഹത്തിനില്ലായിരുന്നു. എങ്കിലും അദ്ദേഹം സജീവമായ ഗൃഹസ്ഥ ജീവിതത്തിൽ നിന്നും വിരമിച്ച് സ്വഗേഹമായ ഭഗവത് ധാമത്തിലേക്ക് മടങ്ങി ചെല്ലാൻ സ്വയം സജ്ജനാകാൻ ആഗ്രഹിച്ചു. പാണ്ഡവർ ഭഗവാന്റെ ശാശ്വത സേവകരാണെന്നതിനാൽ മറ്റെന്തിനേക്കാളും ഭഗവാന്റെ സഹവാസത്തിൽ അവർ കൂടുതൽ താല്പര്യപ്പെടുന്നു. ഇനി അവർക്ക് ഒരു ലക്ഷ്യം മാത്രമുള്ളൂ, ഭഗവാന്റെ ധാമത്തില് എത്തിപ്പെടുക എന്നത് മാത്രം. അതുകൊണ്ട് പാണ്ഡവർ ഭഗവാന്റെ ശാശ്വത സേവകരാണെന്നതിനാൽ മറ്റെന്തിനേക്കാളും ഭഗവാന്റെ സഹവാസത്തിൽ അവർ കൂടുതൽ താല്പര്യപ്പെടുന്നു. അതിനു പുറമെ ഒരു ഉത്തമ രാജാവായിരുന്നതിനാൽ വിരമിക്കുന്നതിലൂടെ മറ്റുള്ളവർക്ക് മാതൃകയായി തീരുവാൻ മഹാരാജാവ് യുധിഷ്ഠിരൻ ആഗ്രഹിച്ചു. എന്താണ് മാതൃക എന്ന് പറയുന്നത്? അതായത് എല്ലാവരും കസേരയ്ക്ക് വേണ്ടി നെട്ടോട്ടോടുമ്പോൾ ഇത്രയും വലിയ ലോകം മുഴുവൻ യുധിഷ്ഠിരന്റെ കീഴിലാണ്. അത്ര സാമ്രാജ്യം അദ്ദേഹം ഒരു നിസ്സാര വസ്തുവെ പോലെ അങ്ങോട്ട് മാറ്റി വെക്കാനായിട്ട് തീരുമാനിച്ചു. ഗാർഹിക കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ ഒരു യുവാവ് കുടുംബത്തിൽ ഉണ്ടായ ഉടൻ തന്നെ ഒരുവൻ ആത്മസാക്ഷാത്കാരത്തെ സ്വയം ഉന്നതി പ്രാപിക്കുവാനായി കുടുംബജീവിതത്തിൽ നിന്നും വിരമിക്കേണ്ടതാകുന്നു. അപ്പൊ വീട്ടിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ട് മക്കള് പ്രായമാകുമ്പോൾ അതെല്ലാം എല്ലാം അവർക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ആത്മസാക്ഷാത്കാരത്തിൽ ഉന്നതി പ്രാപിക്കാനായി ഈ കുടുംബജീവിതത്തിൽ നിന്നും വിരമിക്കേണ്ടതാകുന്നു. യമരാജന്റെ ഇച്ഛയാൽ പുറത്തേക്ക് വലിച്ചഴിക്കപ്പെടുന്നത് വരെ ഒരുവൻ ഗാർഹിക ജീവിതമാകുന്ന അന്ധകൂപത്തിൽ കിടന്നുഴലരുത്. എന്താണ് ഇതിന്റെ ഒരു അർത്ഥം? എന്തായിട്ട് വരും? യമരാജന്റെ ഇച്ഛയാൽ പുറത്തേക്ക് വലിച്ചിഴക്കപ്പെടുന്നത് വരെ, നമ്മള് മരണപ്പെടുന്നത് വരെ ഗാർഹിക ജീവിതമാകുന്ന അന്ധകൂപത്തിൽ കിടന്ന് ഉഴലരുത്. എല്ലാതും വിട്ടുകൊടുക്കേണ്ട ഒരു സമയം വരുമ്പോൾ വിട്ട് കൊടുക്കുക തന്നെ വേണം. സജീവ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും സ്വമേധയാ വിരമിക്കുന്നതിനെ കുറിച്ച് മഹാരാജാവ് യുധിഷ്ഠിരൻ നിന്നും ആധുനിക രാഷ്ട്രീയക്കാർ പാഠം ഉൾക്കൊള്ളേണ്ടതും യുവതലമുറയ്ക്കായി അവർ വഴിയൊരുക്കേണ്ടതുമാകുന്നു. നമ്മുടെ രാഷ്ട്രീയക്കാര് ഇതും അങ്ങനെ കസേരയ്ക്ക് വേണ്ടി അടിപിടി കൂടെയാണ് അല്ലെ? ഇപ്പൊ തന്നെ നമ്മൾക്ക് അറിയാൻ പറ്റും, 2 ദിവസമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ചാൽ തന്നെ കസേരയ്ക്ക് വേണ്ടിയുള്ള അടിപിടിയാണ് അവിടെ നടക്കുന്നത്.
അപ്പൊ മഹാരാജാവ് യുധിഷ്ഠിരനിൽ നിന്നും ആധുനിക രാഷ്ട്രീയക്കാർ പാഠം ഉൾക്കൊള്ളേണ്ടതും യുവതലമുറയ്ക്കായി അവർ വഴിയൊരുക്കേണ്ടതുമാകുന്നു. അതുപോലെ വിരമിച്ച വയോധികന്മാരും അദ്ദേഹത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മരണം വന്ന് ബലമായി കൂട്ടിക്കൊണ്ടു പോകുന്നതിന് മുമ്പായി ആത്മീയ സാക്ഷാത്കാരത്തിനായി ഭവനം ഉപേക്ഷിക്കേണ്ടതാണ്. ശ്ലോകം 38. സ്വരാട് പൗത്രം വിനയിനമാത്മന സുസമം ഗുണൈഃ തോയ നിവ്യാപതിം ഭൂമേരഭ്യജാഹ്വയേ. സ്വരാട് ചക്രവർത്തി പൗത്രം വിനയിനം ഉചിതമായി പരിശീലിപ്പിച്ചു. ആത്മനഃ സ്വയം സ്വയം സുസമം തനിക്ക് സമനായി ഗുണൈഹി തോയ നീവ്യ അതിരുകളായുള്ള പതിം അധിപൻ ഭൂമേഹി ഭൂമിയുടെ അഭ്യസിഞ്ചത് സിംഹാസനാരൂഢനാക്കി ഗജാഹ്വയെ ഹസ്തിനപുരി രാജധാനി ധാരണ പൗത്രൻ ഭാവാർത്ഥം ശിലപ്രഭാത് ജയ ശിലപ്രഭാത്. അനന്തരം അദ്ദേഹം തനിക്ക് തുല്യമായ ഗുണങ്ങളോട് കൂടിയവനും ഉചിതമായി പരിശീലനം സിദ്ധിച്ചവനുമായ തന്റെ പൗത്രനെ സാഗരങ്ങൾ അതിർത്തികളായുള്ള ഭൂമിയുടെ മുഴുവൻ അധിപനായും ചക്രവർത്തിയായും ഹസ്തിനപുര രാജധാനിയിൽ വാഴിച്ചു. ഭാവാർത്ഥം സാഗരങ്ങൾ അതിർത്തികളായുള്ള ഭൂമിയിലെ മുഴുവൻ പ്രദേശവും ഹസ്തിനാപുര രാജാവിന്റെ അധീനതയിലായിരുന്നു. യുധിഷ്ഠിരന്റെ അധീനതയിലായിരുന്നു ഈ മുഴുവൻ രാജ്യവും. സാഗരമായിരുന്നു അതിന്റെ അതിർത്തി. തനിക്ക് തുല്യമായ ഗുണഗണങ്ങളുള്ള തന്റെ പൗത്രൻ മഹാരാജാവ് പരീക്ഷിത്തിനെ പ്രജകളോടുള്ള രാജാവിന്റെ ബാധ്യത നിറവേറ്റാനായി രാജ്യഭരണകാര്യങ്ങളിൽ മഹാരാജാവ് യുധിഷ്ഠിരൻ പരിശീലിപ്പിച്ചു. അങ്ങനെ മഹാരാജാവ് യുധിഷ്ഠിരൻ ഭഗവത് സന്നിധിയിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് തന്റെ സ്ഥാനത്തിൽ പരീക്ഷിത് മഹാരാജാവിനെ സിംഹാസനാരൂഢനാക്കി. പരീക്ഷിത് മഹാരാജാവിനെ സംബന്ധിച്ച് വിനയിനം എന്ന സവിശേഷ പദം പ്രാധാന്യം അർഹിക്കുന്നു. എന്തുകൊണ്ടാണ് ഹസ്തിനപുരത്തിലെ രാജാക്കന്മാർ കുറഞ്ഞപക്ഷം മഹാരാജാ പരീക്ഷത്തിന്റെ കാലഘട്ടം വരെയെങ്കിലും ലോക ചക്രവർത്തിമാരെന്ന് അംഗീകരിക്കപ്പെട്ടിരുന്നത്? ചക്രവർത്തിയുടെ സദ്ഭരണം കാരണം ലോക ജനത സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നുവെന്നതാണ് അതിനുള്ള ഏക കാരണം. എന്താണ്? വിനയിനം, വിനയത്തോടെ. ഹസ്തിനപുരത്തിലെ രാജാക്കന്മാര് മഹാരാജാവ് പരീക്ഷത്തിന്റെ കാലഘട്ടം വരെയെങ്കിലും ലോക ചക്രവർത്തിമാരെന്ന് അംഗീകരിക്കപ്പെട്ടിരുന്നത് ചക്രവർത്തിയുടെ സദ്ഭരണം കാരണം ലോക ജനത സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നുവെന്നതാണ് അതിനുള്ള ഏക കാരണം. പ്രകൃതി വിഭവങ്ങളായ ധാന്യങ്ങൾ, ഫലങ്ങൾ, പാല്, ഔഷധികൾ, അമൂല്യ രത്നങ്ങൾ, ധാതുക്കൾ, അങ്ങനെ പ്രജകൾക്ക് ആയതെല്ലാം സമൃദ്ധമായി ഉണ്ടായിരുന്നതിനാൽ ക്ലേശങ്ങളിൽ നിന്നും മാനസിക ഉത്കണ്ഠകളിൽ നിന്നും പ്രവൃത്തിയുള്ള അത്യാഹിതങ്ങളിൽ നിന്നും മറ്റ് ജീവജാലങ്ങളുടെ ഉപദ്രവത്തിൽ നിന്ന് പോലും മുക്തരായിരുന്നു. നാട്ടുരാജാക്കന്മാർ തമ്മിൽ ചിലപ്പോൾ രാഷ്ട്രീയ കാരണങ്ങളാലും മേൽക്കോയ്മയ്ക്ക് വേണ്ടിയും പരസ്പരം യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നുവെങ്കിൽ തന്നെയും എല്ലാവിധത്തിലും ഏവരും സംതൃപ്തരാകിയാൽ പ്രജകൾക്കിടയിൽ വിദ്വേഷം ഉണ്ടായിരുന്നില്ല. ഏവരും ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യത്തെ പ്രാപിക്കുന്നതിനായി പരിശീലിക്കപ്പെട്ടിരുന്നതിനാൽ ജനങ്ങൾ നിസ്സാരമായ കാര്യങ്ങൾക്കായി പരസ്പരം പോരടിക്കാത്ത വിധം പ്രബുദ്ധരായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പോരടിച്ചിരുന്നില്ല. അതുകൊണ്ട് എല്ലാവരും പ്രബുദ്ധരായിരുന്നു. കലിയുഗത്തിന്റെ സ്വാധീനം രാജാക്കന്മാരുടെയും പ്രജകളുടെയും സദ്ഗുണങ്ങൾ ക്രമേണ ഇല്ലാതാക്കുകയും അങ്ങനെ ഭരണകർത്താവിനും ഭരിക്കപ്പെടുന്നവനും മധ്യേ പ്രക്ഷുബ്ധാവസ്ഥയിൽ വളർന്നു വരികയും ചെയ്തു. പ്രക്ഷുബ്ധാവസ്ഥ വളർന്നു വരികയും ചെയ്തു. പിന്നെ ആ സ്വഭാവമൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞല്ലേ. അപ്പൊ ഇവിടെ പ്രജകളുടെയും സദ്ഗുണങ്ങൾ ക്രമേണ ഇല്ലാതായി തുടങ്ങി. അങ്ങനെയാണ് ഭരണകർത്താവിനും ഭരിക്കപ്പെടുന്നവനും മധ്യേ എന്തുണ്ടായി? പ്രക്ഷുബ്ധാവസ്ഥ വളർന്നു വരികയും ചെയ്തു. എങ്കിൽ തന്നെയും ഭരണകർത്താവും ഭരിക്കപ്പെടുന്നവനും തമ്മിൽ ഭിന്നതകളുള്ള ഈ യുഗത്തിൽ പോലും
ആത്മീയ നേട്ടങ്ങളും ഈശ്വരാവബോധവും സാധ്യമാണ്. സവിശേഷമായ വിശേഷ അധികാരം ആണത്. ശ്ലോകം 39. മധുരായാം തഥാ വജ്രം ശൂരസേനപതിം തതഃ പ്രാജാപത്യാം നിരുപ്യേഷ്യം അഗ്നീനാ പിബതീശ്വരഃ. മധുരായാം മധുരയിൽ മധുരയിൽ തഥാ വജ്രം വജ്രൻ ശൂരസേനപതിം സേനന്മാരുടെ രാജാവ് തതഃ അനന്തരം പ്രാജപത്യാം പ്രാജപത്യ യജ്ഞം നിരൂപ്യ ഇഷ്ടിം അഗ്നീൻ അഭിബദ് തന്നിൽ വിന്യസിച്ചു. ഈശ്വര സമർത്ഥമായ വിവർത്തനം ഭാവാർത്ഥം ശ്രീലപ്രഭുവാദ്. ജയ് ശ്രീലപ്രഭുവാദ്. അനന്തരം അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാന്റെ പൗത്രനായ ആരാണ്? ബുദ്ധന്റെ പുത്രൻ വജ്രനെ ശൂരസേനരുടെ രാജാവായി മധുരയിൽ വാഴിച്ചു. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? അനിരുദ്ധന്റെ പുത്രൻ വജ്രനെ ശൂരസേനരുടെ രാജാവായി മധുരയിൽ വാഴിച്ചു. അതിനുശേഷം മഹാരാജാവ് യുധിഷ്ഠിരൻ പ്രാജാപത്യയാഗം അനുഷ്ഠിക്കുകയും ഗൃഹസ്ഥാശ്രമ ജീവിതം ഉപേക്ഷിക്കാനായി തന്നിൽ അഗ്നിയെ വിന്യസിക്കുകയും ചെയ്തു. ഭാവാർത്ഥം ശ്രീലപ്രഭുപാദ്. ജയ് ശ്രീലപ്രഭുപാദ്. ഹസ്തിനാപുരത്തിലെ ചക്രവർത്തിയുടെ സിംഹാസനത്തിലെ പരീക്ഷിത് മഹാരാജാവിനെ അവരോധിക്കുകയും ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രപൗത്രനായ വജ്രനെ മധുരയിൽ രാജാവായി അഭിഷിക്തനാക്കുകയും ചെയ്ത ശേഷം മഹാരാജാവ് യുധിഷ്ഠിരൻ പരിത്യാഗ ജീവിതക്രമം സ്വീകരിച്ചു. അപ്പൊ ഹസ്തിനാപുരത്തിലെ ചക്രവർത്തി പരീക്ഷിത് മഹാരാജാവ്, പിന്നെ മധുരയിലെ രാജാവായിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ വജ്രനെ അവരോധിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? വർണ്ണാശ്രമ ധർമ്മം എന്നറിയപ്പെടുന്ന 4 വർണ്ണങ്ങളും 4 ആശ്രമങ്ങളും ഉൾപ്പെടുന്ന വ്യവസ്ഥിതി യഥാർത്ഥ മാനവ ജീവിതത്തിന്റെ ആരംഭമാകുന്നു. മനുഷ്യന്റെ പ്രവൃത്തികളെ സംബന്ധിക്കുന്ന ഈ വ്യവസ്ഥിതിയുടെ സംരക്ഷകൻ എന്ന നിലയിൽ മഹാരാജാവ് യുധിഷ്ഠിരൻ പരിശീലനം സിദ്ധിച്ച രാജകുമാരനായ പരീക്ഷിത് മഹാരാജാവിന് ഭരണ ചുമതല കൈമാറുകയും യഥാകാലം സജീവമായ ജീവിതത്തിൽ നിന്നും വിരമിച്ച് സന്യാസം സ്വീകരിക്കുകയും ചെയ്തു. ഇനി നമ്മളൊക്കെ വീട്ടിലെല്ലാ ഇതുകളും അടക്കി പിടിച്ച് ജീവിക്കാനുള്ളൊക്കെ സമയം കഴിഞ്ഞു തുടങ്ങിയല്ലേ? താക്കോൽക്കൂട്ടൊക്കെ കൈമാറേണ്ട സമയമായി തുടങ്ങി. അത് അതിക്രമിച്ചു അല്ലേ? അപ്പൊ നോക്ക്, യഥാകാലം സജീവമായ ജീവിതത്തിൽ നിന്നും വിരമിച്ച് സന്യാസം സ്വീകരിക്കുകയും ചെയ്തു. ശാസ്ത്രീയമായ ഈ വർണ്ണാശ്രമ ധർമ്മ പദ്ധതി മാനവ ജീവിതത്തെ തൊഴിൽ സംബന്ധമായ 4 വർണ്ണങ്ങളായും. ഏതൊക്കെയാണ് 4 വർണ്ണങ്ങള്? ക്ഷത്രിയർ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ഇനി 4 വ്യവസ്ഥിതികളെ അല്ലെന്നുണ്ടെങ്കിൽ 4 ആശ്രമങ്ങൾ ഏതൊക്കെയാണ്? ബ്രഹ്മചര്യം, സന്യാസം. ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. ജീവിത വ്യവസ്ഥയെ സംബന്ധിക്കുന്ന ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി എന്നീ നിലകളിലുള്ള 4 ആശ്രമങ്ങൾ വർണ്ണഭേദമന്യേ ഏവരും സ്വീകരിക്കേണ്ടതാകുന്നു. അല്ലാണ്ട് നമ്മളാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്, ഇതൊക്കെ കെട്ടിപ്പിടിച്ചിരിക്കാൻ വേണം, ഒരാൾക്കും കൈമാറാനായിട്ട് നമ്മൾ ഒരുക്കമല്ല. അങ്ങനെയുള്ളൊരു സ്വഭാവം കളയണം. എല്ലാം അങ്ങോട്ട് വേണ്ട എന്ന് വെക്കണ ഒരു മനസ്ഥിതി നമ്മൾക്ക് വരണം. 4 ആശ്രമങ്ങൾ വർണ്ണഭേദമന്യേ നമ്മൾ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോയില്ല. അലക്സാണ്ടർ ചക്രവർത്തി ഈ ലോകം മുഴുവൻ കീഴ്പ്പെടുത്തി ഭരിച്ച ആള് അവസാന കാലത്ത് ഒരാഗ്രഹം പറഞ്ഞു. എന്താണ്? തന്റെ ശവപ്പെട്ടിയിലേക്ക് 2 കൈയും പുറത്തിട്ടുകൊണ്ട് യാത്ര നടത്തണം. എന്താണ്? താൻ വന്ന പോലെ ഒന്നുമില്ലാതെയാണ് പോകുന്നതെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായിട്ട്. അപ്പൊ അതുപോലെ എത്ര തന്നെ വയസ്സായാലും ആധുനിക രാഷ്ട്രീയക്കാർ സജീവമായ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും വിരമിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ മഹാരാജാവ് യുധിഷ്ഠിരൻ
ഒരു ഉത്തമ രാജാവാകയാൽ അടുത്ത ജീവിതത്തിനായി സ്വയം തയ്യാറെടുക്കുന്നതിന് വേണ്ടി സജീവമായ രാജ്യഭരണ കാര്യങ്ങളിൽ നിന്ന് സ്വമേധയാ വിരമിച്ചു. ജീവിതത്തിന്റെ അവസാന ഘട്ടം, അതായത് കുറഞ്ഞപക്ഷം മരണപ്പെടുന്നതിന് 15-20 വർഷങ്ങൾക്ക് മുമ്പെങ്കിലും ജീവിതത്തിന്റെ പരമപൂർണതയെ പ്രാപ്തമാക്കാനായി പൂർണ്ണമായും ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ വ്യാപൃതനാകാൻ കഴിയുന്ന വിധം ഏവരും അവരുടെ ജീവിതം ചിട്ടപ്പെടുത്തണം. ഒരുവൻ ജീവിതത്തിലെ ദിനങ്ങൾ മുഴുവൻ ഭൗതിക ആസ്വാദനത്തിലും ഫലോദ്ദിഷ്ട കർമ്മങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നത് തികച്ചും വിഡ്ഢിത്തമാണ്. എന്തെന്നാൽ മനസ്സ് ഭൗതിക ആസ്വാദനങ്ങൾക്കായി ഫലോദ്ദിഷ്ട കർമ്മങ്ങളിൽ ആമഗ്നമായിരിക്കുന്നിടത്തോളം ബദ്ധജീവിതത്തിൽ നിന്നും അഥവാ ഭൗതിക ബന്ധനത്തിൽ നിന്നും സ്വതന്ത്രമാകാനുള്ള യാതൊരു സാധ്യതയുമില്ല. ഇപ്പോഴൊക്കെ ഓരോരുത്തരും ഉപദേശിച്ചു കൊടുക്കും അല്ലെ, അമ്മമാരോടും അച്ഛനോടൊക്കെ പറയും, നമ്മുടെ ജീവിതം കഴിയണവരെ ഒന്നും മക്കൾക്ക് കൊടുക്കരുത്, ഒന്നും അവര് നോക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പേടിപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അവര് നോക്കിയില്ലെന്നുണ്ടെങ്കിൽ അത് അവരുടെ ധർമ്മം അല്ലെ. എന്തായാലും ആരെങ്കിലും നോക്കാനുണ്ടായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഭഗവാൻ വരും നോക്കാനായിട്ട്. ജീവിതത്തിന്റെ പരമപരിപൂർണതയെ പ്രാപ്തമാക്കുക, അതായത് സ്വഗേഹമായ ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിച്ചെല്ലുക എന്ന ഒരുവന്റെ പരമദൗത്യത്തെ അവഗണിക്കുന്ന ആത്മഹത്യാപരമായ നയം ആരും സ്വീകരിക്കരുത്. ശ്ലോകം 40. വിസൃജ്യ തത്ര തത്സർവം ദുകൂലവലയാധികം നിർമ്മമോ നിരഹങ്കാര സംഛിന്നാശേഷബന്ധനഃ. വിവർത്തനം ഭാവാർത്ഥം ശിലപ്രഭാത്. വിസൃജ്യ ത്യജിച്ചുകൊണ്ട്, എല്ലാം വേണ്ടെന്ന് വയ്ക്കണം. തത്ര അവയെല്ലാം, അത് ആ സർവം ദുകൂല വലിയ വലയ അധികം നിരഹങ്കാര സംഛിന്ന വിച്ഛേദിച്ചു അശേഷ ബന്ധനഃ അനന്തമായ ബന്ധം. വിവർത്തനം ഭാവാർത്ഥം ശിലപ്രഭുവാദ്. ജയ് ശിലപ്രഭുവാദ്. മഹാരാജാവ് യുധിഷ്ഠിരൻ തൽക്ഷണം, പെട്ടെന്ന് പിന്നെ ഒരാലോചന പോലുമില്ല, തൽക്ഷണം തന്നെ രാജകീയമായ ഉടയാടകളും ആഭരണങ്ങളും അരപ്പട്ടയും ഒക്കെ ഉപേക്ഷിച്ച് പൂർണ്ണമായും ഒന്നിലും താല്പര്യമില്ലാത്തവനും അനാസക്തനുമായി തീർന്നു. തന്റെ രാജകീയ വേഷങ്ങളൊക്കെ അദ്ദേഹത്തിന് ഒരു നിമിഷം കൊണ്ട് അഴിച്ചു മാറ്റാൻ സാധിച്ചു. അതായത് അത്ര അനാസക്തനായിരുന്നു അദ്ദേഹം. ഭാവാർത്ഥം: ഭഗവാന്റെ സഹചരന്മാരിൽ ഒരുവനായി തീരാൻ, എല്ലാ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും നിർമുക്തനായി തീരുക എന്നത് അത്യന്താപേക്ഷിതമായ യോഗ്യതയാകുന്നു. അത്തരം പരിശുദ്ധീകരണം ഇല്ലാതെ ഒരുവന് ഭഗവാന്റെ സന്തത സഹചാരിയായി തീരാനോ ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിച്ചെല്ലാനോ ഒരിക്കലും കഴിയുകയില്ല. മഹാരാജാവ് യുധിഷ്ഠിരൻ അതിനാൽ ആത്മീയമായി പരിശുദ്ധനായി തീരുവാൻ വേണ്ടി തൽക്ഷണം രാജകീയമായ ആടയാഭരണങ്ങൾ പരിത്യജിച്ച് രാജകീയ ഐശ്വര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചു. ഒരു സന്യാസിയുടെ കാഷായ വസ്ത്രം ആകർഷകമായ എല്ലാവിധ ഭൗതിക വസ്ത്രങ്ങളിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യത്തെ സൂചിപ്പിക്കുന്നു. ഒരു സന്യാസിയുടെ കാഷായ വസ്ത്രം എന്താണ്? ആകർഷകമായ എല്ലാ ഭൗതിക വസ്ത്രങ്ങളിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യത്തെ. ആ ഭൗതിക വസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ച് കാഷായ വസ്ത്രം സ്വീകരിച്ചു. അങ്ങനെ അതിനനുസരിച്ച് അദ്ദേഹം വസ്ത്രം മാറ്റി. നമ്മ ശ്രീരാമചന്ദ്രന്റെ വനവാസകാലത്തും കേട്ടല്ലേ, എല്ലാം സീതാദേവി ശ്രീരാമദേവൻ ആടയാഭരണങ്ങളൊക്കെ ഉപേക്ഷിച്ചപ്പോൾ സീതാദേവിയും തൻ്റെ വൽക്കലവും ഇതൊക്കെ ഉടുത്താണ് കാട്ടിലേക്ക് പുറപ്പെട്ടത്. അദ്ദേഹം രാജ്യം, കുടുംബം എന്നിവയിൽ താല്പര്യമില്ലാത്തവനായി തീരുകയും അപ്രകാരം എല്ലാവിധ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും അഥവാ എല്ലാവിധ ഭൗതിക ഉപാധികളിൽ നിന്നും മുക്തനായി തീരുകയും ചെയ്തു. ജനങ്ങൾ സാധാരണയായി വിവിധതരം ഉപാധികളിൽ ആസക്തരാണ്. കുടുംബം, സമൂഹം, രാജ്യം, തൊഴിൽ, ധനം, പദവി മുതലായവ അനവധി കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുന്നു. അത്തരം ഏതെങ്കിലും ഒരു ഉപാധിയോട് ആസക്തനായിരിക്കുന്നിടത്തോളം കാലം ഒരുവൻ ഭൗതികമായി അശുദ്ധനാണെന്ന് കരുതപ്പെടുന്നു.
എന്താണ് പറയണത്? എന്തിനോടെങ്കിലും ആസക്തി ഉണ്ടെങ്കിൽ അതൊരു അശുദ്ധിയായിട്ടാണ് കാണപ്പെടുന്നത്. അല്ലാണ്ട് അതായിരിക്കണം എന്നല്ല, ആസക്തനാവരുത് ഒന്നിനോടും. അപ്പൊ പരമശുദ്ധത നേടും. ആധുനിക കാലഘട്ടത്തിൽ ജനനേതാക്കൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവർ ദേശീയ ബോധത്തിൽ ആസക്തരായിരിക്കുന്നു. എന്നാൽ അത്തരം മിഥ്യാബോധവും ഭൗതികമായി ബദ്ധനായ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഉപാധിയാണെന്ന വസ്തുത അവരറിയുന്നില്ല. ഭഗവത് ധാമത്തിലേക്ക് മടങ്ങി ചെല്ലുന്നതിന് യോഗ്യനായി തീരുവാൻ കഴിയുന്നതിന് മുമ്പ് അത്തരം ഉപാധികളെ ഒരുവൻ ഉപേക്ഷിക്കേണ്ടതായുണ്ട്. ദേശീയ ബോധത്തിൽ ജീവൻ ത്യജിക്കുന്ന അത്തരം വ്യക്തികളെ മൂഢന്മാർ ആരാധിക്കുന്നു. ദേശീയ ബോധത്തിൽ ജീവൻ ത്യജിക്കുന്ന അത്തരം വ്യക്തികളെ മൂഢന്മാർ ആരാധിക്കുന്നു. പക്ഷേ അവിധമുള്ള ദേശീയ ബോധം കൂടാതെ ഇഹലോകം വെടിയാൻ സ്വയം സജ്ജനായ ഒരു രാജാവായ മഹാരാജാവ് യുധിഷ്ഠിരന്റെ ദൃഷ്ടാന്തം ഇവിടെ കാണാം. എന്നിട്ടും ഏകദേശം പരമപുരുഷനായ ശ്രീരാമചന്ദ്രന്റെ അതേ തലത്തിലുള്ള ശ്രേഷ്ഠനും ധർമ്മിഷ്ഠനുമായ രാജാവായിരുന്നതിനാൽ അദ്ദേഹം ഇന്ന് സ്മരിക്കപ്പെടുന്നു. ശ്രീരാമചന്ദ്രനെ അത് ഇതുപോലെ പരമപുരുഷൻ തന്നെയായിരുന്നു അല്ലെ. എന്നിട്ടും ഏകദേശം പരമപുരുഷനായ ശ്രീരാമചന്ദ്രന്റെ അതേ തലത്തിലുള്ള ശ്രേഷ്ഠനും ധർമ്മിഷ്ഠനുമായ രാജാവായിരുന്നതിനാൽ അദ്ദേഹം ഇന്ന് സ്മരിക്കപ്പെടുന്നു. അത്തരം ധർമ്മശീലരായ രാജാക്കന്മാർ ലോക ജനതയെ ഭരിച്ചിരുന്നതിനാൽ എല്ലാവരും എല്ലാവിധത്തിലും സന്തോഷവാന്മാരായിരുന്നു. ആകയാൽ അത്തരത്തിലുള്ള മഹാന്മാരായ ചക്രവർത്തിമാർക്ക് ലോകം മുഴുവൻ ഭരിക്കുക എന്നത് തികച്ചും സാധ്യമായിരുന്നു. അടുത്തത് 2 മിനിറ്റും കൂടി ഉണ്ട്, നോക്കാം നമുക്ക്. ശ്ലോകം 41. വാജംഗുഹാവ മനസി തത്പ്രാണൈതരേച്ഛതം മൃത്യാവപാനം സ്വോത്സർഗം തം പഞ്ചത്തെ ഹൃദയത്. വാചം വാക്കുകൾ മനസി തത്ത് പ്രാണനിൽ മനസ്സിനെ ഇതരേച്ച മറ്റേന്ദ്രിയങ്ങളും തം അതിലേക്ക് അപാനം ഉത്സർഗം സമർപ്പണയോടെ തം പഞ്ചത്വേ ശരീരത്തിലേക്ക് ഹി നിശ്ചയമായും അജോഹവീത് അതിനെ പൂരിപ്പിച്ചു. വിവർത്തനം പിന്നീട് എന്ത് ചെയ്തു എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം ഇന്ദ്രിയങ്ങളെ എല്ലാം മനസ്സിലും, മനസ്സിനെ പ്രാണനിലും, പ്രാണനെ ശ്വാസത്തിലും, തന്റെ സമ്പൂർണ്ണ അസ്തിത്വത്തെ പഞ്ചഭൂതാത്മകമായ ശരീരത്തിലും, ശരീരത്തെ മൃത്യുവിലും സംയോജിപ്പിച്ചു. അനന്തരം പരിശുദ്ധ ആത്മാവെന്ന നിലയിൽ അദ്ദേഹം ഭൗതിക ജീവിത സങ്കല്പത്തിൽ നിന്നും സ്വതന്ത്രനായി. എന്ത് ചെയ്തു? ഇന്ദ്രിയങ്ങളെല്ലാം മനസ്സിലേക്ക് വലിച്ചു, മനസ്സിനെ പ്രാണനിലും, പ്രാണനെ ശ്വാസത്തിലും, സമ്പൂർണ്ണ അസ്തിത്വത്തെ പഞ്ചഭൂതാത്മകമായ ശരീരത്തിലും, ശരീരത്തെ മൃത്യുവിലും സംയോജിപ്പിച്ചു. അനന്തരം പരിശുദ്ധാത്മാവെന്ന നിലയിൽ അദ്ദേഹം ഭൗതിക ജീവിത സങ്കല്പത്തിൽ നിന്നും സ്വതന്ത്രനായി. അതാണ് യുധിഷ്ഠിര മഹാരാജാവ് ചെയ്തത്. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം നമുക്ക് നാളെ നോക്കാം. വാഞ്ചകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ ഭക്തവൃന്ദ കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീ ഗുരുദേവ് കി ജയ്.